1964 ആശയങ്ങളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. 1967 നക്സലിസം പിറവിയെടുത്തു. 3 നേതാക്കളെക്കുറിച്ച് അല്ല, 3 കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചാണ് ഇത്തവണ പറയുന്നത്. പാർട്ടി പിളരുമ്പോൾ ആദ്യത്തെയാൾക്ക് പ്രായം 10. അദ്ദേഹം വളർന്നു, പാർട്ടിയും വളർന്നു. 1975 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, പോളിറ്റ് ബ്യൂറോ അംഗമായി, ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി. 1975 അടിയന്തരാവസ്ഥ കാലത്തേക്ക് ഒന്നുകൂടി പോവുകയാണ്. ചരിത്രം നമുക്ക് അങ്ങനെ മറക്കാനാവുകയില്ലല്ലോ. മർദ്ദനമേറ്റ് ജയിലിലായ പിണറായി വിജയൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രക്തം പുരണ്ട ഷർട്ടുമായി നിയമസഭയിലേക്ക് വന്ന് ഷർട്ട് ഉയർത്തിക്കാട്ടിയ രംഗം ഇപ്പോഴും രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണല്ലോ. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന്റെ 183ാമത്തെ ദിവസം നിലമ്പൂരിലെ കാട്ടിൽ 2 മാവോയിസ്റ്റുകൾ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലും നീതിന്യായ വ്യവസ്ഥയിലുമൊന്നും വിശ്വാസമില്ലാത്തവരാണവർ. അവർ ചെയ്യുന്ന തെറ്റുകളെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുകയുമില്ല. പക്ഷേ വെടിവെച്ചു കൊല്ലുക എന്നതല്ലല്ലോ പരിഹാരം. വെടിയേറ്റ് മരിച്ചവരിൽ ഒരാൾ കുപ്പു ദേവരാജ് CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനേക്കാൾ 12 വയസ്സ് ഇളയവൻ. സത്യം പറഞ്ഞാൽ സഖാക്കളെല്ലാം സഹോദരന്മാരാണല്ലോ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് വ്യത്യസ്തമായൊരാശയത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കുപ്പു ദേവരാജ് വെടിയേറ്റ് മരിക്കുന്നത്. CPIM വധശിക്ഷയെപ്പോലും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ കൊല. ഇനി 3ാമത്തെ സഖാവിനെ കുറിച്ച് പറയുകയാണ്. നിലമ്പൂരിലേത് സാധാ കൊലയല്ലെന്നും വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുക എന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്നതല്ലെന്നും പ്രസ്താവിച്ച് അദ്ദേഹം രംഗത്തെത്തി. അദ്ദേഹമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നിർബന്ധമായും ഉത്തരം പറയാൻ ബാധ്യതയുള്ള ചില ചോദ്യങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാവോയിസ്റ്റ് ആകുന്നത് ഒരു കുറ്റമല്ല. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ വേണ്ടി IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഗൂഢാലോചന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അഭിപ്രായം പറയാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനുമുള്ള പിസ്റ്റലും അരിയും കിട്ടി. അതാണ് മാരകായുധം. അങ്ങനെയുള്ള ഒരു പോലീസ് സമ്പ്രദായം നമുക്ക് വേണോ? സത്യം പറഞ്ഞാൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കുന്ന CPIയുടെ നിലപാടുണ്ടല്ലോ സഖാക്കളെ, അതാണ് ഈ വിഷയത്തിൽ മനുഷ്യത്വമുള്ള നിലപാട്.